ആലപ്പുഴ കാർത്തികപ്പള്ളി യു പി സ്കൂളിലെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ കളക്ടർ റിപ്പോർട്ട് തേടി. കനത്ത മഴയെ തുടർന്ന് ഇന്നലെയാണ് കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണത്. വിഷ്ണുപ്രകാശ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണുപ്രകാശ്, ഗുഡ് മോർണിംഗ്. ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട് കെട്ടിടം ഉറച്ചതായിരുന്നോ, ഉറപ്പുള്ളതായിരുന്നോ, ഫിറ്റ്നസ് ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരുന്നു എന്നത്. ഇപ്പോഴിതാ കളക്ടർ ഇക്കാര്യത്തിൽ തകർന്നു വീണ ശേഷം റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല, അവിടെ ഇരിക്കുന്ന സ്ഥലമല്ല എന്ന് പറയുമ്പോഴും ബെഞ്ചുകൾ അന്ന് ആ സമയത്ത് എടുത്തു മാറ്റിയതാണ് തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളും നാട്ടുകാരും ആരോപിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഈ റിപ്പോർട്ടിനെ തുടർന്ന് എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക? വിശദവിവരങ്ങൾ എന്താണ്? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മളുള്ളത് കാർത്തികപ്പള്ളി ഗവൺമെന്റ് സ്കൂളാണ്. ഇന്നിപ്പോൾ കുട്ടികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അധ്യയനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കുട്ടികൾ അല്പം മുമ്പാണ് ഇവിടെ സ്കൂൾ ബസ്സിൽ എത്തിയത്. ഇപ്പോൾ ഈ കാണുന്ന പുതിയ കെട്ടിടത്തിലോട്ട് ഇന്നിപ്പോൾ ക്ലാസ് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് തന്നെ കളക്ടർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ പുതിയ കെട്ടിടത്തിലോട്ട് മാറ്റാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട്. താൽക്കാലികമായി വൈദ്യുതി കണക്ഷൻ ഒന്നുമില്ല, വൈദ്യുതി കണക്ഷൻ്റെ ഒരു വൈദ്യുതീകരിച്ചിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ പോലും കുട്ടികളെ പഠിപ്പിച്ചത്. കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ അടക്കം പറഞ്ഞത്. പക്ഷേ അതങ്ങനെയല്ല, രക്ഷിതാക്കളും കുട്ടികളും അടക്കം അത് ഉറപ്പ് പറഞ്ഞിരുന്നു. ഞങ്ങൾ ആ ഒരു ക്ലാസ് മുറിയിലാണ് 4B, 4C ക്ലാസ്സുകളിൽ തന്നെയായിരുന്നു ഇരുന്ന് കുട്ടികൾ പഠിച്ചത് എന്നൊരു കാര്യം കുട്ടികൾ തന്നെ നേരിട്ടു എന്ന് പറയുന്നു. അത് രക്ഷിതാക്കളും അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അധ്യാപകരായിരുന്നു അത്തരത്തിലില്ല, ഹെഡ് മാസ്റ്റർ അടക്കമുള്ളവരാണ് വന്ന് അവിടെ നടത്തിയിട്ടില്ല, അവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ആ മുറിയിൽ നിന്ന് ഈ സംഭവം കെട്ടിടം തകർന്നു വീണതിന് പിന്നാലെ ആണ് കെട്ടിടം തകർന്നു വീണതിന് പിന്നാലെ അവിടുത്തെ ബെഞ്ചും മറ്റും മാറ്റുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ഉള്ളിൽ വെച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളൊരു ആവശ്യമായിട്ട് ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട്. അദ്ദേഹം നമ്മൾ നേരത്തെ വരുമ്പോൾ തന്നെ വിഷ്വലൊന്നും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യൂ. ഈ അശ്വൻ പറഞ്ഞു, ഈ പറയുന്ന ബഹുമാനപ്പെട്ട അശ്വൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? അല്ല, ഞങ്ങളെ ഒന്ന് ഇറക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായും അപ്പോൾ ആ സമയത്താണ് പറയുന്നത്, തീർച്ചയായും ആ സമയത്താണ് പറയുന്നത്. നിങ്ങൾക്ക് മാധ്യമങ്ങളെ വിലക്കിയിട്ടില്ല, മാധ്യമങ്ങൾക്ക് എവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ പോകുമ്പോൾ കുട്ടികൾ ഇത് ആവേശം കണ്ട് ക്യാമറയുടെ പറയാൻ വരും. ഇവിടുത്തെ സ്കൂളിന്റെ രാവിലത്തെ 9:30 വരെയുള്ള ടൈമിൽ പറയട്ടെ, 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇത് കാണുമ്പോൾ കുട്ടികൾക്കും ആവേശം ഉണ്ടാവും, വരുന്ന രക്ഷകർത്താക്കൾ അവിടെ സ്റ്റോപ്പ് ആവും, ഈ സ്കൂളിലേക്ക് വരുന്ന വാഹനങ്ങൾ തടസ്സപ്പെടും, ഈ സ്കൂളിന്റെ പ്രവർത്തനത്തെ രാവിലെ ബാധിക്കും. അത് ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങൾക്ക് അത്ര അനുഭവങ്ങളില്ല, ഞങ്ങൾക്ക് അത്രയും അനുഭവം. എന്ത് സത്യാവസ്ഥ? എന്താണ് സത്യാവസ്ഥ? തീർച്ചയായും ആരും പറഞ്ഞില്ല. ആര് പറഞ്ഞു ക്ലാസ് നടക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? ഇത് തുറന്നു കിടക്കുന്ന സ്ഥാപനം, 2 ഏക്കറിൽ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ എന്തിനു പേടിക്കാൻ? ആരെ പേടിക്കാൻ? പേടിക്കുന്നില്ലല്ലോ. പേടിക്കുന്ന നിങ്ങൾ പറയുമല്ലേ? നിങ്ങളല്ലേ പറയുന്നത്. പ്രവേശനോത്സവത്തിൽ എല്ലാ മാധ്യമങ്ങളും സ്കൂളിൽ പോകും. അന്ന് കാണാത്ത ആവേശം അത് പറയാം. പ്രവേശനോത്സവം ഉത്സവമാണ്, ഇന്നിവിടെ നടക്കുന്ന ഉത്സവമല്ല. കാര്യം ഇന്ന് നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. ആ സമയത്ത് ഇവിടെ നിങ്ങൾ ഇത് തടസ്സപ്പെടും, നിങ്ങൾക്ക് പ്രവേശനോത്സവമായിട്ട് താരതമ്യം ഞങ്ങൾക്കല്ലേ സ്കൂളിൽ നടക്കാൻ പറയത്തുള്ളൂ. സ്കൂളിൽ ഇവിടെ രാവിലെ കുട്ടികൾ വരുമ്പോഴും അവരെ കയറ്റുന്നതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് തുറക്കാൻ പറ്റത്തില്ല, ഈ ഒരൊറ്റ ഗേറ്റേ ഉള്ളൂ. സാധാരണ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ കയറും, അല്ലാത്ത ബൈക്കിൽ വരുന്ന കുട്ടികൾ ആ വഴി കയറും. ഇന്നത് കയറാൻ സാധ്യമല്ല. നിങ്ങൾ ഇവിടെ നിന്നാൽ ഇവിടുത്തെ സുഗമമായി നടത്തിപ്പിടാൻ ബാധിക്കും. നിങ്ങൾക്ക് സ്കൂളിന്റെ ഗേറ്റ് തൊട്ട് പുറകിൽ 2 ഫുട്പാത്തുമായി നല്ല സൗകര്യം നിൽക്കുകയാണ്. കുട്ടികൾ കയറി കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഇതിനകത്ത് കയറ്റാൻ കയറിക്കൂ. കുട്ടികൾ ക്ലാസ് വന്ന് കയറി ഇരുന്നോട്ടെ, അത്രേ ഉള്ളൂ. മോദി, ഇതാണ് ഇപ്പോൾ ഹെഡ് മാസ്റ്ററാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ ഉള്ളിലോട്ട് കയറരുത്, മാധ്യമങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി വിഷ്വൽ എടുത്തതിനാൽ കുട്ടികൾക്കെല്ലാം അതൊരു അസൗകര്യമാവും. കുട്ടികൾ അത് മൈക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചു പറയും, രക്ഷിതാക്കൾ എന്തെങ്കിലും വിളിച്ചു പറയും, അത്തരം ഒരു ഭയമാണ് ഇപ്പോൾ ഹെഡ് മാസ്റ്റർ. പുറത്തു പോകേണ്ട പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ല. വാഹനങ്ങളൊന്നും പുറത്തോട്ട് മാറ്റണം, അങ്ങനെ മാത്രമേ. പഞ്ചായത്ത് അംഗം പുറത്തു പോകാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞില്ല, പഞ്ചായത്ത് അംഗം അങ്ങനെയല്ലോ പറഞ്ഞത്. പിടിച്ചിറക്കുന്നു ഇല്ല അങ്ങനെ അത് ഞാൻ കേട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിൽ എന്തെങ്കിലും പ്രവർത്തനം തടസ്സപ്പെടാറുണ്ടോ? ഇല്ല തടസ്സപ്പെടുന്നില്ല. പക്ഷേ ഇപ്പം രാവിലെ നമ്മുടെ 9:30 മുൻപായിട്ട് കുട്ടികളെല്ലാവരും എത്തുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ രാവിലെ ധാരാളം വാഹനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കയറി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാഹനങ്ങളെല്ലാം പുറത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് നമുക്ക് അത്ര ഒന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ മതി. ഓക്കെ.
മുതി നേരത്തെ പറഞ്ഞ ഒരു തിരുത്തുണ്ട്. ആദ്യം പ്രതികരിച്ചത്, അതായത് മാധ്യമങ്ങൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്, ഈ വാർഡിലെ മെമ്പറായിരുന്നു. ഇപ്പോൾ ഹെഡ് മാസ്റ്റർ തന്നെ ആ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. പഞ്ചായത്ത് മെമ്പർ അങ്ങനെ പുറത്തു പോകണമെന്ന് പറഞ്ഞത് എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ പെട്ടെന്ന് വാക്ക് മാറുകയും ചെയ്യുന്നു. സംഭവം പ്രശ്നമാകുമെന്ന് കണ്ടിട്ടാണോ ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഹെഡ് മാസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? അകത്തേക്ക് കടക്കാനും കുട്ടികളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ അടക്കമുള്ളവർ എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങളോട് പറയുമെന്നും ഇവർക്ക് ഭയമുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പഞ്ചായത്ത് മെമ്പറായിരുന്നു ആദ്യം സംസാരിച്ചത്. അദ്ദേഹമാണ് നമ്മൾ പുറത്ത് പോകണമെന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾ തന്നെ എടുത്തു ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിൽ കുട്ടികളും രക്ഷിതാക്കളും എന്തെങ്കിലും പറയുമോ എന്നുള്ള ഭയമാണോ, അതുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ പുറത്ത് പോകാൻ പറയുന്നത്? എന്തിന് ഞങ്ങൾ ഭയക്കണം, ഞങ്ങൾ എന്തിനും ഭയക്കണം, ആര് പറഞ്ഞു, ക്ലാസ് നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് പഞ്ചായത്ത് മെമ്പർ സ്ഥിരീകരിച്ച് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഹെഡ് മാസ്റ്ററോട് തന്നെ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ നമ്മളിവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനോ ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറുന്നതിനോ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ തന്നെ, പഞ്ചായത്ത് അംഗങ്ങളാണ് ഇവിടെ വന്ന് കയർക്കുന്നത്. അവർ അധ്യാപകരോടും മറ്റും സംസാരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ സ്കൂൾ അധികൃതർ ആദ്യം പറഞ്ഞ കാര്യം, ഇവിടെ ഈ പറയുന്ന ഈ തകർന്നു വീണ കെട്ടിടത്തിന്റെ അവിടെ ക്ലാസുകൾ നടക്കുന്നുണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ്. പ്രകാശാണ് വിശദവിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും ഒപ്പം ഹെഡ് മാസ്റ്റർക്കും പ്രധാന അധ്യാപകനും പറയാനുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇനി കുട്ടികളെങ്ങാനും മാധ്യമങ്ങളോട് എന്തെങ്കിലും പങ്കുവയ്ക്കുമോ എന്നതിലൊരു ഭയമുണ്ടോ എന്നും തോന്നുന്നു. ഏതായാലും കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.